ശോശാമാമ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് രാവിലെ തന്നെ. ശോശാമാമ നമസ്കാരം. രാവിലെ ചായയും കാപ്പിയൊക്കെ കുടിച്ചോ? കുടിച്ചു. രാവിലെ കാപ്പി കുടിച്ചു. ഒറ്റയ്ക്കാണോ താമസം വീട്ടിൽ? എൻ്റെ മകനുണ്ടായിരുന്നു, അവൻ അറ്റാക്ക് വന്നിട്ട് ആശുപത്രിയിലായിരുന്നു. അതുകൊണ്ട് അവൻ്റെ സ്വന്തം വീട്ടിലോട്ട് പോയി. ഓ അത് ശരി. ഇപ്പൊ എത്ര വയസ്സുണ്ട് ശോശാമാമയ്ക്ക്? 85 വയസ്സ്. 85. കണ്ടാ പറയത്തില്ല കേട്ടോ, ചെറുപ്പമാ, ആരോഗ്യമൊക്കെ ഉണ്ട്. ആ ചിരി കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് സന്തോഷം. അല്ല, കണ്ടാ 85 പറയത്തില്ലെന്ന് പറയായിരുന്നു. ആ ചിരിയിൽ തന്നെ ഉണ്ട് ഒരു സൗന്ദര്യം. ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ടെന്ന് പറഞ്ഞാ. അപ്പൊ നമുക്ക് വീടിന്റെ അവസ്ഥ വലിയ മോശമാണ് അല്ലേ? വീടിൻ്റെ അവസ്ഥ മോശമാണ് സാറേ. എനിക്ക് വഴി ഒരു തൽക്കാലത്തേന് പോലും ഒരു വഴി ഇട്ട് തന്നിട്ടില്ല. എനിക്ക് കയറിപ്പോകാൻ ഒരു നിവൃത്തിയില്ല. ഞാൻ ഒരു മൈൽ ചുറ്റി തിരിഞ്ഞു വേണം വരാൻ. എനിക്ക് ഇത്രയും പ്രായമില്ലേ. ഞാൻ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. ഇവരെ അപ്പുറം ഇപ്പുറം എല്ലാം കെട്ടിക്കൊടുത്തു, എൻ്റേത് മാത്രം ഇവിടെ തിരിഞ്ഞിട്ടു. ശോശാമ്മയുടെ ഇപ്പോഴത്തെ ആവശ്യം എന്ന് പറയുന്നത് വീടിന്റെ താഴെ ആ ഭിത്തി കെട്ടിത്തരണം അല്ലേ? എന്നൊരു പടിയും ഇട്ടു തരണം. ഭിത്തി അതാ എൻ്റെ ആവശ്യം. ഇപ്പം ശോശാമ്മ സഞ്ചരിക്കുന്നത് കുറച്ചുകൂടി വളഞ്ഞ വഴിയിലൂടെ വരണം അല്ലേ? 1.5 കിലോമീറ്റർ ഒക്കെ നടന്നിട്ടാണ് അവിടെ വരുന്നതെന്ന് പറയുന്നു. അത് പേടിച്ച് എനിക്ക് അവിടെ കിടക്കാൻ തന്നെ മകളുടെ വീട്ടിലോട്ടും പോകും, ഇവിടെ വന്ന് താമസിക്കും. അങ്ങനെയാണ് ഇപ്പം ജീവിക്കുന്നത്. ഈ ശോശാമ്മയുടെ വീടിന്റെ മുമ്പിൽ മാത്രമാണോ അവർ ഈ മതിൽ കെട്ടാത്തത്? അതെ അതെ, ബാക്കിയുള്ളിടത്തെല്ലാം കെട്ടിയിട്ടുണ്ട്. അപ്പുറം ഇപ്പുറം എല്ലാം എൻ്റെ ആങ്ങളയുടെ മകൻ്റെ ആണെങ്കിൽ പൊക്കി കെട്ടി ഭയങ്കരമായിട്ട് കെട്ടിയിട്ടുണ്ട്. ഇപ്പൊ ആ മതിൽ കെട്ടിയാ അവിടുന്ന് പടി വെച്ചാൽ താഴേക്ക് ഇറങ്ങാൻ പറ്റൂല്ലേ? വഴിയിട്ടാൽ എനിക്ക് ഇറങ്ങാൻ പറ്റും. 10 മിനിറ്റ് മതി. ഇപ്പൊ ശോശാമ്മ എങ്ങനെ ജീവിക്കുന്നേ? എന്താ വരുമാനം? വരുമാനം ഈ പെൻഷൻ കാശിന്റെ വരുമാനം ഉള്ളൂ. പെൻഷൻ കാശ് കൊണ്ടാണ് ജീവിക്കുന്നത്. ഇപ്പം വയ്യാത്തോണ്ട് വയ്യാത്തോണ്ട് നേരത്തെ ഒക്കെ ഞാൻ തൊഴിലുറപ്പിനൊക്കെ പോയിരുന്നു. ഇപ്പൊ എനിക്ക് പറ്റത്തില്ലല്ലോ. ഈ വാർഡ് മെമ്പർ അടുത്തും ഈ റോഡുകാരടുത്തും പറഞ്ഞില്ലായിരുന്നോ ശോശാമ്മ എനിക്കിത് കെട്ടിത്തരണം എന്ന് പറഞ്ഞപ്പോ അവരെന്താ പറഞ്ഞത്? ഞാൻ ഈ സൂപ്പർവൈസർമാരോടും എല്ലാം പറഞ്ഞാണ്. വാർഡ് മെമ്പർ ഞങ്ങളുടെ 13-ാം വാർഡിലെ വിജയമ്മ, അവരോടും പറഞ്ഞതാ. ആരും ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. അത് ശരി. ഇത് വലിയ വിഷയമല്ലേ ശോശാമ്മ? ഇത്രയും മുമ്പിലോട്ട് മാത്രമല്ല അവിടെ പാറക്കെട്ടും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പാറ ഉണ്ടെന്ന് തോന്നല്ലേ വീടിന്റെ മുമ്പില്? മുമ്പിൽ ആ പാറ എങ്ങാനും വിളക്കിയിട്ടുണ്ടെ തീർന്നു. അയ്യോ, ആ പാറയുടെ മുകളിലാണ് താഴെ വശം വരെ മാന്തി വെച്ചേക്കുക. അപ്പൊ അതിനകത്ത് കിടക്കാൻ പേടിയും കാണുമല്ലേ ശോശാമ്മയ്ക്ക്? ഞാൻ അവിടെ കിടക്കുകയല്ല, ഞാൻ വന്ന ഈ താഴത്തെ വീട്ടിലാണ് കിടക്കുന്നത്. അതാ ഈ വിജയമ്മ എടുത്ത് വാർഡ് മെമ്പർ റോഡായ പിന്നെ എനിക്ക് സാരമില്ല. വാർഡ് മെമ്പർ എന്താ പറഞ്ഞത്? അവരൊന്നും വാർഡ് മെമ്പർ അവരെന്നാ പറയാൻ, അവര് നമുക്കൊന്നും അവര് ചെയ്യുന്നില്ല. ഒരു നിമിഷം ശോശാമ്മ, വില്ലേജ് ഓഫീസറുണ്ട്. നമുക്കിപ്പം വില്ലേജ് ഓഫീസർ ചേരുന്നുണ്ട്. അഞ്ജു ഉണ്ട്. അഞ്ജു മാം, ഗുഡ് മോർണിംഗ് അഞ്ജു മാം. എനിക്കിപ്പോൾ ശോശാമ്മ എന്ന് പറയുന്ന 85 വയസ്സുള്ള ഒരു അമ്മയാണുള്ളത്. ആ അമ്മയുടെ വീട് ഈ പുതുതായിട്ട് നിർമ്മിക്കുന്ന റോഡിൻ്റെ വശത്താണുള്ളത്. ഈ അമ്മയുടെ വീടിൻ്റെ മുമ്പിൽ മാത്രം ആ ഭിത്തി കെട്ടി കൊടുക്കുന്നില്ല. അമ്മയ്ക്ക് 1.5 കിലോമീറ്റർ വളഞ്ഞ് സഞ്ചരിക്കാൻ ഇപ്പോൾ ഒന്നും വയ്യ. നമുക്ക് ഒന്ന് കെട്ടിക്കൊടുക്കാൻ ഇവരോടൊന്ന് പറയാൻ പറ്റുമോ അഞ്ജു മാം? വീടിന്റെ നേരത്തെ തന്നെ ഇത് തഹസിൽദാർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അവിടുത്തെ സ്ഥിതിവിശേഷങ്ങള്. ഇപ്പം പിന്നെ ഈ അമ്മ ഇപ്രാവശ്യം ഇവിടെ താമസം ഇല്ല, മാറി മകളുടെ കൂട്ടത്തിലാണ് താമസം എന്നാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയപ്പോഴും വിളിച്ചപ്പോഴും അറിഞ്ഞത്. അപ്പൊ ഇനി ഈ അമ്മയ്ക്ക് പ്രായമായ അമ്മ തന്നെയാണ് ഇവിടെ താമസം എന്നുള്ളത് കൊണ്ടാണ് അന്ന് വീണ്ടും ഞങ്ങൾ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം കൊണ്ടാണ് അത് അവിടോട്ട് മാറി താമസിക്കാൻ അന്ന് മകളുടെ കൂട്ടത്തിൽ പറഞ്ഞു വിടുകയൊക്കെ ചെയ്തത്. പിന്നെ ഇപ്പം ഇവിടെ കെട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി തഹസിൽദാർക്ക് റിപ്പോർട്ട് കൊടുക്കാം.
ഒരു നിമിഷം, ശോശാമ്മ ഈ വീട്ടിൽ താമസിക്കുന്നുണ്ടോ? ഇടയ്ക്ക് വന്ന് പോവാറാണോ അതോ അവിടെ ഇടയ്ക്ക് താമസിക്കുന്നുണ്ടോ? ഞാൻ രാത്രിക്ക് അവിടെ കിടക്കുകയില്ല, പേടിയുണ്ടേ. കിടക്കും, പിന്നെ മകളുടെ വീട്ടിലും വല്ലപ്പോഴും ഒക്കെ പോകും. അതായത് രാത്രി വന്ന് കിടക്കാൻ പേടിയാ, അവിടെ ഒരു പാറയെങ്ങാണ്ടുണ്ട്, ആ പാറയെങ്ങാണ്ടും ഇളകി പോയാൽ വീട് ഇളകി പോകുന്നുള്ളൊരു പേടിയുണ്ട് ഇത് കെട്ടാത്തോണ്ടേ. അപ്പോൾ അതൊന്ന് കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അത് ആ മതിൽ കെട്ടുകയാണെങ്കിൽ ഇവർക്ക് ഇറങ്ങാൻ 10 മിനിറ്റ് മതി താഴേക്ക്. ബാക്കി എല്ലാത്തിടത്തും കെട്ടിക്കൊടുത്തു എന്നാണ് പറയുന്നത്. അതിന്റെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പാറയുടെ കാര്യം പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഉടനെ തന്നെ ഇവർ ഇടപെടുമായിരിക്കുമല്ലോ അല്ലേ? താലൂക്കിലേക്ക് തഹസിൽദാർക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നടപടി വരും. ഓക്കെ, ശരി മാം, താങ്ക് യു. ശോശാമ്മ ഇപ്പൊ നമ്മളോട് സംസാരിച്ചത് വില്ലേജ് ഓഫീസറാണ്. തഹസീൽദാർക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, ഉടൻ നടപടി ആവുമെന്നാണ് വില്ലേജ് ഓഫീസർ പറയുന്നത്. കേട്ടോ ശോശാമ്മ? കേട്ടു. നമുക്ക് അങ്ങനെ ആരും ഇല്ലെന്നൊന്നും വിചാരിക്കണ്ട, നമ്മളെല്ലാവരും ഉണ്ട് കേട്ടോ കൂടെ. വാർഡ് മെമ്പർ വിജയമ്മയെ നമ്മളൊന്ന് കാണുന്നുണ്ട്. അമ്മ പറഞ്ഞിട്ട് ഈ കാര്യം എന്താ കേൾക്കാത്തത് നമുക്ക് വാർഡ് മെമ്പർ അടുത്ത് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. വാർഡ് മെമ്പറൊക്കെ ഇടപെട്ട ഇത് പെട്ടെന്ന് നടപ്പാക്കേണ്ട കാര്യമല്ലേ? അപ്പം സന്തോഷമായിട്ടിരിക്കുക. ഒരു 1-2 ആഴ്ചക്കുള്ളിൽ ചിലപ്പോൾ ആ പ്രശ്നം പരിഹരിക്കും കേട്ടോ. നമുക്ക് സൂപ്പർവൈസർമാരുമായിട്ട് ബന്ധപ്പെടാം. നമ്മൾ എന്തായാലും അതിന് പിന്നാലെയുണ്ട്. രാഹുൽ ഉണ്ട് അവിടെ. രാഹുൽ മോനെ പോലെ നോക്കിക്കോളും കേട്ടോ ശോശാമ്മ. അപ്പൊ സന്തോഷമായി. രാവിലെ എന്തോ കഴിക്കാൻ പോകുന്നത്? രാവിലെ എന്താ കഴിക്കാൻ പോകുന്നത്? രാവിലെ ടെൻഷനാ ഇതിങ്ങനെ കിടക്കണം. ഞാൻ ഒന്നും കഴിച്ചില്ല, ഇനി താഴോട്ട് ഇറങ്ങി കഴിക്കണം. മോളെടുത്ത് പോയിട്ടാണോ ഇങ്ങനെ കിടക്കുന്നോണ്ട് എനിക്ക് അപ്പടി ടെൻഷനാ. ടെൻഷനൊന്നും വേണ്ട. 85-ാമത്തെ വയസ്സ്. ഇതൊന്നും അമ്മയ്ക്ക് ടെൻഷനേ ആവാൻ പാടില്ല കേട്ടോ. അത് നമുക്ക് ശരിയാക്കി എടുക്കാം കേട്ടോ. നമ്മൾ ഏതറ്റം വരെയും പോവും. എനിക്ക് എന്റെ വീട്ടിൽ താമസിക്കണമെന്നാ സാറേ തീർച്ചയായും ആഗ്രഹം. എന്റെ വീട്ടിൽ താമസിക്കണമെന്നാ. നമ്മൾ ഏതറ്റം വരെയും പോവും. ശോശാമ്മയ്ക്ക് ഈ കാലത്ത് അമ്മയുടെ വീട്ടിൽ തന്നെ കിടന്ന് ജീവിക്കാനും ഇനിയും കൂടുതൽ സന്തോഷിക്കാനും ഒക്കെ ഉള്ള അവസ്ഥ നമ്മൾ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ സന്തോഷമായിട്ടിരിക്കും, ആരോഗ്യത്തോടു കൂടി ഇരിക്കും. രാവിലെ മോളുടെ വീട്ടിൽ പോയാണോ രാവിലെ ഭക്ഷണം കഴിപ്പൊക്കെ? അത് സ്വരാജിലാ സാറേ. ഞാൻ ഈ താഴത്തെ വീട്ടിൽ നിന്ന് കഴിച്ചേച്ച് പോകും. ശരി. അപ്പോൾ എന്താ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു? സമയം 9ആയി. രാഹുൽ കാര്യങ്ങൾ നോക്കിക്കോളും കേട്ടോ. നമുക്ക് ബാക്കിയുള്ളവരുമായിട്ട് സംസാരിക്കാം. താങ്ക് യു ശോശാമ്മ, നന്ദി കേട്ടോ. അപ്പോൾ സന്തോഷമായിട്ടിരിക്കേ. ടെൻഷനൊന്നും വേണ്ട കേട്ടോ. ഈ പ്രായത്തിലൊക്കെ ഇനി ശോശാമ്മ ഇത് ആലോചിച്ചിട്ട് ടെൻഷൻ അടിച്ചിരിക്കേണ്ട കാര്യമുണ്ട്. എത്ര ടെൻഷൻ അടിച്ചു കഴിഞ്ഞ കുറേ കാലങ്ങളിൽ. പിള്ളേരെ വളർത്തി ഇത്രയുമായി അല്ലേ, തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയി കുറേ കഷ്ടപ്പെട്ടില്ലേ ശോശാമ്മ? ശരി, അപ്പോൾ ഇനി ടെൻഷനൊന്നും വേണ്ട, ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ താങ്ക് യു ശോശാമ്മ. അപ്പോൾ രാഹുൽ നമ്മുടെ പ്രതിനിധിയുണ്ട്. രാഹുൽ ശോശാമ്മയുടെ കാര്യം ഏറ്റെടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും അവിടെ അത് കെട്ടിക്കൊടുക്കണം. വലിയ ബുദ്ധിമുട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, 85-ാമത്തെ വയസ്സിലൊക്കെ പോയി പറയുന്ന സമയത്ത് 85 വയസ്സുള്ളവരുണ്ട് ഇവരെന്ത് ചെയ്യാനാണ് എന്ന ഭാവത്തിലാണ് പല അധികാരികളും ഇരിക്കുന്നത്. വില്ലേജ് ഓഫീസർ എന്തായാലും റിപ്പോർട്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. റിപ്പോർട്ട് കൊടുത്താൽ മാത്രം പോരാ, അവിടെ ആ മതിൽ കെട്ടുന്നതുവരെ നമ്മളും ഈ ശോശാമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ്. ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് ഒരാളാണെങ്കിൽ പോലും അവരുടെ സങ്കടം കേൾക്കാൻ സിസ്റ്റം ഉണ്ടാവണം എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും അങ്ങനെ അല്ലല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. കുറച്ചൊക്കെ സ്വാധീനമൊക്കെ ഉള്ളവരുടെ അടുത്താണെങ്കിൽ പല കാര്യങ്ങളും ഇതിനു മുമ്പേ തന്നെ നടക്കും. അങ്ങോട്ട് പോയി ചോദിക്കുന്നതിന് മുമ്പ് വന്ന് കെട്ടിക്കൊടുക്കും. ശോശാമ്മയായി 85 വയസ്സാണ്, തൊഴിലുറപ്പേ ഉള്ളൂ, പെൻഷൻ കൊണ്ട് ജീവിക്കുന്ന ഒരു സാധുവാണ്. അതുകൊണ്ട് പിന്നെ കെട്ടിക്കൊടുക്കാം എന്നങ്ങ് വിചാരിച്ചു. അങ്ങനെ പോരാ എന്നുള്ളതാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. റോഡ് പണിയെടുക്കുന്ന സൂപ്പർവൈസർമാരോടും അതിൻ്റെ കോൺട്രാക്ടർമാരോടും അതിന് നേതൃത്വം നൽകുന്ന എഞ്ചിനീയർമാരോടും ശോശാമ്മയെ കൈവിടരുത്. നമുക്ക്